ഹലോ ഗൈസ്, നമ്മുടെ ഇവിടെ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറുതുരുത്തി ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ബോട്ടിങ്ങിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രിപ്പൊക്കെ പോകുമ്പോൾ ആ സമയത്ത് അവിടുന്ന് ബോട്ടിങ്ങിനൊക്കെ പോകാറാണ് ചെയ്യാറ്. ഇതിപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ വന്നിട്ട് നമ്മളൊന്ന് പോയി കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ നമ്മുടെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു സ്പോട്ട് പോലെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ കുറച്ച് കാലത്തിനൊക്കെ അവരിവിടെ ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും ബോട്ടിങ്ങിന് ഇറങ്ങുന്നില്ല. അവിടുത്തെ സ്പോട്ട് എങ്ങനെയുണ്ട്, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്കെന്താണെന്ന് അറിയില്ല ഗൈസ്, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചുമ വരിക. അപ്പോൾ ഇങ്ങനെ കട്ടായിട്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സ്പോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനൊക്കെ ബോട്ടിങ്ങിന് കയറിയിട്ടുള്ളത് എറണാകുളത്തും അതേപോലെ ട്രിവാൻഡ്രത്തൊക്കെ ട്രിപ്പ് പോയ സമയത്താണ് കേട്ടോ ബോട്ടിങ്ങിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കയറിയില്ല, കാരണം ആമീനെ വെച്ചിട്ട് ഈ ഒരു ബോട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് സേഫ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം കുഞ്ഞു മോളാണ്, അവളെങ്ങാനും കുതിച്ച് കഴിഞ്ഞാൽ, കാരണം രണ്ട് സൈഡും ഇങ്ങനെ സേഫ്റ്റി ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ അത് വലിയവർക്കൊക്കെ കയറാൻ പറ്റിയ, കുറച്ച് പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണത്. കുഞ്ഞു മക്കളേനെ കൊണ്ട് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത് കാരണം മോളേനെ കൊണ്ട് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത്തവണ കയറിയില്ല. ഇനി പിന്നെ ആരെങ്കിലുമൊക്കെ കൂടെ വരുമ്പോൾ മോളേനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് കയറി ഒന്ന് എൻജോയ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വഴി കാണാം അല്ലേ. അപ്പോൾ സ്പോട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ. നമ്മളിവിടെ ജ്യൂസി വരുന്നുണ്ട്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചിങ്ങോട്ട് ഉള്ളിലേക്ക് കുറച്ചിങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. സൈഡിൽ കൂടെയൊക്കെ വെള്ളത്തിൻ്റെ ചാലൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ടും പിന്നെ കുറേ DJ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു സത്യം പറഞ്ഞാൽ 11 മണി വരെ ഇവിടെ പരിപാടി ഉണ്ട്. ബോട്ടിങ് 6 മണിയോടെ നിൽക്കും. 2 മണി മുതൽ 6 മണി വരെയാണ് ബോട്ടിങ്ങിൻ്റെ സമയം കൊടുത്തിട്ടുള്ളത്. അതുവരെ നമുക്ക് ബോട്ടിങ്ങിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പറയുക, രാവിലെ 8 മണി മുതൽ 12 മണി വരെ ഉണ്ട് കേട്ടോ ബോട്ടിങ്. ഞാനിപ്പോൾ അവിടെ ബോർഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. അപ്പോൾ 6 മണിക്ക് ശേഷം ബോട്ടിങ് ഇല്ല കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ മാത്രമേ വെള്ളമുള്ളൂ സത്യം പറഞ്ഞാൽ ഭാരതപ്പുഴയിൽ. അപ്പുറത്തെ സൈഡിൽ അക്കരയിൽ വെള്ളം കുറവാണ്. അത് കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ കളിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ബോട്ട് ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ, കുഞ്ഞു മക്കളേനെയും കൊണ്ട് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കേസാണ് ആ ബോട്ടിൽ. പിന്നെ ആ മക്കൾക്ക് കളിക്കാനൊക്കെ കുറച്ച് പാർക്ക് പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ ബോട്ടിങ്ങിന് പോകുന്നവർക്ക് ബോട്ടിങ്ങിന് പോവുക, ഇവിടെ കളിക്കുന്നവർക്ക് കളിക്കുക. ഇങ്ങോട്ട് കയറുന്നതിന് ടിക്കറ്റിൻ്റെ കാര്യങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ല. ബോട്ടിങ്ങിന് മാത്രമേ ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. വഞ്ചി പോലത്തേനാണ് 200 രൂപയും. അല്ല മറ്റേ ഫാമിലി ആയിട്ട് കുറേ പേരൊക്കെ പോകണതിനാണ് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ വില വന്നിട്ട്. അപ്പോൾ ഇതാ മോൾക്കാണെന്ന് വെച്ചാൽ ഊഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇരുന്ന് കളിക്കുകയായിരുന്നു. കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ കളിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ മക്കളല്ല, അവരുടെ കൂടെ കളിക്കുകയാണല്ലോ നമ്മുടെ ഹോബി. ജലദോഷവും കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല, ചുമയൊന്നും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില റിസ്ക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ വോയിസ് ഓവർ കയറ്റുമ്പോൾ മൂക്കടഞ്ഞിട്ടും തൊണ്ടവേദന എടുത്തിട്ടും ഒക്കെയാണ്. പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ മസ്റ്ററിങ് ചെയ്യണമല്ലോ, BPL കാർഡിൻ്റെ ആൾക്കാർക്ക് മസ്റ്ററിങ് ഉണ്ട്. അപ്പോൾ അമ്മ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി അവിടെ 1.5 മണിക്കൂറോളം അവിടെ പോയി. ഞങ്ങൾ സത്യത്തിൽ 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയതാണ്. 5:30 ആകുമ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം നിൽക്കുകയും ചെയ്തില്ലേ. അപ്പോൾ എന്തൊക്കെയോ ആയിട്ട് വിശക്കുന്നുണ്ടായിരുന്നു നല്ലോണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, കട്ട്ലേറ്റ് പോലത്തെ സംഭവവും പിന്നെ പഴത്തിൻ്റെ എന്തോ ഫില്ലിങ്ങും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഒരു ജ്യൂസൊക്കെ കുടിച്ച് വന്നപ്പോൾ അത് അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കണം. നല്ല ആളുടെ മുന്നിലല്ലേ ഈ സംഭവം കൊണ്ടുവന്ന് വെച്ചേക്കണം. പിന്നെ അവൾ വിടുമോ, അവൾക്ക് പോപ്പിറ്റ് വേണം പറഞ്ഞിട്ട് അത് മേടിച്ചു കൊടുത്തു. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇഷ്ടമാണ്.
അവൾക്ക് പോപ്പിച്ചെന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ കളിക്കാനായിട്ട്. ആ ബോൾ ഇങ്ങനെ ഉള്ളിക്കാക്കും, പിന്നെ ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിക്കാക്കും. അത് നല്ല ഇഷ്ടമാണ് അവൾക്ക് കളിക്കാനായിട്ട്. കണ്ടോ അവൾ ചെയ്യുന്നത് കണ്ടോ. ഇവിടെ മാമൻ്റെ മോളുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊക്കെ ആകെ നാശമായിരിക്കണം. അപ്പോൾ അതോട് കളിക്കണുണ്ടപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അവൾക്കൊരെണ്ണം മേടിച്ച് കൊടുക്കണമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ വിചാരിച്ചിരുന്ന സാന്ദ്രേച്ചിയുടെ വീട്ടിലേക്ക് പോവാം, നമ്മുടെ ശ്രാവണി ഫാമിലി വ്ളോഗ്സ് ഉണ്ടല്ലോ, ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറിയതാണ് കേട്ടോ. ചേച്ചി പറയുന്നുണ്ട് ഭംഗിയില്ലേ വീഡിയോ ഒന്നും എടുക്കണ്ടാന്ന്. നമ്മൾ വീടുമോ അങ്ങനെ വെള്ളമൊക്കെ കളിക്കണ്ടാന്നിട്ടാ. ഈ ടി വി കണ്ടോ, പഴയ ടി വിയിലെ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ പുതിയ ടി വി, ഇങ്ങനത്തെ ടി വി ഒന്നും ഇപ്പോൾ കാണാനേ ഇല്ല. പിന്നെ എന്താ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കറണ്ട് പോവുകയും ചെയ്തു, ഞങ്ങൾ പോന്നപ്പോൾ കറണ്ട് വരികയും ചെയ്തു. എന്താ അല്ലേ ഐശ്വര്യങ്ങൾ. ഹോ എനിക്ക് വയ്യ. അപ്പോൾ അതാ പല്ലിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ എത്ര നേരം. പിന്നെ ഞാൻ എന്തോ മുഖത്ത് ഉപയോഗിക്കുന്നുണ്ട്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ തള്ളിയതൊന്നുമല്ല കേട്ടോ, ചേച്ചി പറഞ്ഞത് സത്യമാണേ. എന്താ പറയുക, ഞാനെന്തോ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് പരിയേക്ക് പറഞ്ഞു തന്നോ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും യൂസ് ചെയ്യില്ല, കാരണം ഇപ്പോൾ ഫേസൊക്കെ ഭയങ്കര ഡള്ളായി, മുഖത്തൊക്കെ കുരു വന്നിട്ട് ഒന്നും ഇല്ലാണ്ടായി പോയിട്ടുണ്ട് എൻ്റെ മുഖമൊക്കെ. ഇനി വീണ്ടും ഇതായിട്ട് എടുക്കണം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടാ. ഫുഡ് കഴിക്കാൻ കയറിയത് ഫ്രൈഡ് ചിക്കനാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫ്രൈഡ് ചിക്കൻ മേടിച്ച് എനിക്ക് എപ്പോഴും ലെഗ് പീസിനോടാണ് കേട്ടോ ക്രൈസ് ഉള്ളത്. ഞാൻ എപ്പോഴും ലെഗ് പീസ് നോക്കിയിട്ട് എടുക്കാറുള്ളത്. അത് ഒരു പീസൊക്കെ കഴിക്കത്തുള്ളൂ, അപ്പോഴത്തേനും എൻ്റെ വയറ് ഫുള്ളാവും. അപ്പോൾ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ഈ ഫ്രഞ്ച് ഫ്രൈസ് സോസും കൂട്ടി കഴിക്കാൻ അവൾക്ക് ഇഷ്ടം. അവളിങ്ങനെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ആക്കി കൊടുത്തതിന് അത് തിന്നോളും. അപ്പോൾ ഞങ്ങളതിൽ ഈ എല്ല് കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, അതിലൊരു എല്ല് മാത്രമേ ഞാൻ തിന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഏട്ടനാണ് തിന്നത്. പിന്നെ എന്താ ഒരു മിൻറ്റ് ലൈമും കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. പിന്നെ സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ പിറ്റേ ദിവസം ഏട്ടൻ കോഴിക്കോട് പോയി വന്നിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ARM. പിന്നെ ഇതാ അവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ, ആമിക്ക് ജ്യൂസ് മേടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ തൊട്ട് മുന്നിൽ ഫുള്ള് നമ്മുടെ എന്താ പറയുക കളിപ്പാട്ടത്തിന് കട. അവളെ നോട്ടം കണ്ടില്ലേ, എവിടേക്കൊക്കെ അവൾക്ക് നോക്കണമെന്ന് തിരിയുന്നില്ല, എന്തൊക്കെ അവൾക്ക് മേടിച്ച് കൂട്ടം തിരിയുന്നില്ല. എത്ര കിട്ടിയാലും അവൾക്ക് മതിയാവില്ല. ഇങ്ങനെ അവൾക്കിങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇത് മേടിക്കണ്ട, ഈ സാധനം വേണ്ട, ബലൂൺ മാത്രം മതി പറഞ്ഞു. അങ്ങനെ ഒരു ബോളൊക്കെ മേടിച്ചുട്ടാ. എത്ര വാശി പിടിച്ചിട്ട് കാർന്ന് കടന്ന് നിലവിളിക്കായിരുന്നു, തുറക്ക് ബലൂണ്, ബോള് അമ്മ തുറക്ക്. കാറിലിരിക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അറച്ചിങ്ങനെ ബോളുകൾ ഇങ്ങനെ തൂക്കിയിട്ടിക്കല്ലേ. നമ്മൾ സത്യം പറയാൻ നമ്മുടെ മക്കളുടെ കണ്ണ് എത്താൻ വേണ്ടിയിട്ടുണ്ട് അവരിങ്ങനെ നന്നായിട്ട് ഒരു ആകർഷണമായിട്ട് എന്താ പറയുക നന്നായിട്ട് അവർ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ ബോളൊക്കെ മേടിച്ച് ഞങ്ങൾ കാറിലെത്തിയപ്പോൾ കാറിലൊരു മുക്കിലിരുന്നിട്ട് ബോളും പിടിച്ചിരിക്കണം എൻ്റെ മോള്. അവൾക്ക് ഇതിപ്പോൾ 2 ദിവസത്തിന് ഉണ്ടാവട്ടെ ഈ ബോളിൻ്റെ കളി എന്ന് പറയണത്. അത് കഴിഞ്ഞ് അവൾക്ക് ആ ബോളും വേണ്ട ഒന്നും വേണ്ട. എത്ര ചാക്ക് കളിപ്പാട്ടങ്ങൾ അവൾക്ക് ഇരിക്കണമെന്നറിയോ. ഇനി അതൊക്കെ നല്ലത് മാറ്റി പറക്കി വെക്കണം, പൊട്ടയൊക്കെ മാറ്റി കൊണ്ട് കളയണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഗംഭീര മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴ, എന്ത് മഴയാണോ. അപ്പോൾ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ അമ്മേനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്നാൽ വിചാരിച്ചു ഇന്ന് വീട്ടിലേക്ക് പോവാം, കറണ്ടൊന്നുമില്ല, ഒറ്റയ്ക്കല്ലേ, അപ്പോൾ പേടിയാവില്ലേ. പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇതാ നമ്മുടെ മഞ്ജുക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതും കൂടെ എനിക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മഞ്ജുമായോട് ഉമ്മയൊക്കെ വെച്ചിട്ട് ഞങ്ങളിതാ സിനിമയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആമയാണെച്ച പാട്ടൊക്കെ വെച്ചിട്ട് തുള്ളുകയാണ് കേട്ടോ അതിൽ കിടന്നിട്ട്. എന്താ ഭാഗത്തിനോട് സിനിമയ്ക്ക് വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പത്തി കിടന്നങ്ങ് ഉറങ്ങിക്കളഞ്ഞു. ഇത് അടുത്ത സംഭവം. ആമി എന്താ നോക്കുന്നേ? ഇവിടെ ഇത് കൂടെ ആമി എന്താ നോക്കണേ? അവിടെ എന്താ ഉള്ളത്? എന്ത് ഇങ്ങോട്ട് നോക്കണേ? എന്താ ഉള്ളത്? അതാ എന്താ ഉള്ളത് അവിടെ? ബോളുണ്ട് അവിടെ. പാവ ടെഡി ബിയറാ? ബോള് മേടിക്കേ? ഇന്നലെ മേടിച്ചു ബോള്. ബോള് മേടിക്കുന്നില്ല. ഇന്നലെ നമ്മുടെ കുട്ടിക്ക് ബോള് മേടിച്ചെന്നില്ലേ അമ്മ? ഇത് പിന്നെ മേടിക്കാട്ടാ. പിന്നെ മേടിക്കാ. കണ്ട ഗൈസ്, നല്ല ആളുടെ മുന്നിൽ തന്നെ ഈ സാധനം കൊണ്ടുവന്ന് വെച്ചേക്കണത്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ 10 മണിയുടെ ഷോയ്ക്കാണ് കയറണത്. 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 3D ആയിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണാടയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കയറാൻ പോവുകയാണ് ഗൈസ്. കണ്ടില്ലേ എന്താ പറയുക കളിപ്പാട്ടങ്ങൾ
എപ്പോഴും ആമിയുടെ മുന്നിലേക്ക് അങ്ങോട്ട് വരും. അവൾ ആഗ്രഹിച്ച പോലെ അവൾക്കത് കിട്ടും. പക്ഷേ ഇത് മേടിച്ചു കൊടുത്തില്ല കേട്ടോ. ഇത് ഹൈഡ്രജൻ ബലൂൺ 2 കുത്തേരം അത് പൊട്ടി പാളീസാവും. എത്ര അവൾക്ക് മേടിച്ചു കൊടുത്തത്, പൂരത്തിനൊക്കെ മേടിച്ചു കൊടുത്തിട്ട് 5 മിനിറ്റ് 2 സെക്കൻഡൊക്കെ അവളുടെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പം നശിപ്പിച്ച് കളയും അവൾ. അപ്പോൾ ഉപയോഗമുള്ള കളിപ്പാട്ടം മേടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. പിന്നെ എന്താ ഞങ്ങളിതാ സിനിമ തുടങ്ങി. കിട്ടില്ല മൂവി കിട്ടില്ല മൂവി രോമാഞ്ചം ഇങ്ങനെ വന്നു. സത്യം പറയില്ല, അടിപൊളിയാണ്. എന്താ പറയുക, ഇനിയിപ്പോൾ എത്ര ദിവസം കൂടി ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ AR-ന്റെ റിലീസ്. എന്തായാലും പറ്റുന്നവരൊക്കെ പോയി കാണുക കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും പോയി കിടന്ന് ഉറങ്ങട്ടെ. ടാറ്റാ ബൈ സീ യു. നല്ല ഉറക്കം വരുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.